imagine the impact of music that can do to the film. Already release ആയ പാട്ടുകളിൽ നിന്നെല്ലാം നമ്മൾ 100% ആ ഒരു ഫീല് നമുക്ക് കിട്ടുന്നുണ്ട്. So ladies and gentlemen, it is time to appreciate and welcome the music director, Shri Mujib Majid, on the floor with a big round of applause. കൺഗ്രാറ്റുലേഷൻസ് ആദ്യമേ പറയട്ടെ, എക്കോ മൂവി സക്സസ്ഫുള്ളി റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഓൾസോ യെറ്റ് അനദർ ഫിലിം, മേ ബി ഗോൾഡൻ ഫെദർ എന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ സാധിക്കുന്ന ഒരു പ്രോജക്റ്റിലേക്ക് തന്നെയാണ് എത്തിയിരിക്കുന്നത്. യെസ്, ഓൾറെഡി ഒരു പാട്ട് കേട്ട് അതിൻ്റെ ഒരു ഇമ്പാക്റ്റിൽ തന്നെയാണ് സ്റ്റേജിലേക്ക് എത്തിയിരിക്കുന്നത്. സോ ഐ ക്യാൻ ഇമാജിൻ യുവർ ഇമോഷൻസ് റണ്ണിങ് ഇൻ ദ മൈൻഡ്. സോ ഒരു പാട്ട് ലൈവായിട്ട് കേട്ട് ഇപ്പോൾ സ്റ്റേജിൽ വന്നപ്പോൾ എങ്ങനെയുണ്ട്? ഭയങ്കര സന്തോഷമാണ്. താങ്ക് യു. ഒരു ഡ്രീം കം ട്രൂ എന്ന് പറയാം. എൻ്റെ കരിയറിൽ ഭയങ്കര പെട്ടെന്ന് തന്നെ നമുക്കവിടെ ഒരു പടം ചെയ്യാൻ പറ്റിയതിൽ ആൻഡ് ദ ബെസ്റ്റ്, വൺ ഓഫ് ദ ബെസ്റ്റ് ടീം. ഭയങ്കര ഹാപ്പിയാണ്. ആൻഡ് എൻ്റെ ടീം ഇവിടെ ഉണ്ട്, അവരുടെ ഒരു എഫേർട്ടും കൂടെ ഈ പടത്തിൽ ഭയങ്കരമായിട്ടുണ്ട്. ശ്രീരാഗ്, സിന്ധു ചേച്ചി, ഹരിത, വിനായക്, അവരുടെയൊക്കെ സപ്പോർട്ട് ഭയങ്കര അടിപൊളിയായിട്ടുണ്ടായിരുന്നു. അഞ്ജിത്തിൻ ഫോർ ദ ഭയങ്കര ക്ഷമ, കൂടെ വർക്ക് ചെയ്യുമ്പോൾ ഒക്കെ ഭയങ്കര അടിപൊളിയായിരുന്നു. And I have a question to you that ഒരുപാട് പാട്ടുകളുണ്ട്, നമ്മളെല്ലാം ഒന്നിനൊന്നും ഇങ്ങനെ ഈക്വലി എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വാട്ട് ഈസ് യുവർ ഫേവറേറ്റ് ട്രാക്ക്, ഇഫ് യു ക്യാൻ ആൻസർ ദാറ്റ്? നില കായം എന്നുള്ള ട്രാക്കാണ് എൻ്റെ ഫേവറേറ്റ്. യെസ്, ഐ തിങ്ക് നമ്മളിന്നതും കേൾക്കാനായിട്ടുള്ള ഭാഗ്യം നമുക്കുണ്ട്. അതിന് കൂടെ എടുത്തു പറയേണ്ട കാര്യം, നമ്മുടെ ഇവൻറ്റ് സ്റ്റാർട്ട് ചെയ്തൊരു ഗംഭീര എൻട്രി റെഡ് ബാക്ക് എന്ന സോങ് കേട്ടിട്ടാണ്. ആ പാട്ട് പാടിയിരിക്കുന്നത് ആരാണെന്നറിയോ? എനിക്കറിയാം. Maybe I'll take the privilege to reveal that. മറ്റാരുമല്ല, നമ്മുടെ മമ്മൂക്കയുടെ മകളുടെ മകനാണ് ആ പാട്ട് പാടിയിരിക്കുന്നത്, അദിയാൻ സയീദ്. യെസ്, അത് മ്യൂസിക് ചെയ്ത ജിതിനാണ്. ലിറിക്സും മ്യൂസിക്കും ചെയ്തേക്കുന്ന ജിതിൻ തന്നെയാണ്. All right, that's very interesting. Okay, അപ്പോൾ വീണ്ടും വീണ്ടും ഇങ്ങനെ നമ്മൾ ത്രില്ലടിപ്പിക്കുന്ന എലമെന്റ്സ് ആണ് നമ്മളിങ്ങനെ കേട്ടുകൊണ്ടേ ഇരിക്കുന്നത്. അപ്പോൾ തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരിക്കും നമ്മളെല്ലാവരും രോമാഞ്ചം to its zenith. Yes. Okay, thank you so much. Thank you. So once again, ladies and gentlemen, we should give a big round of applause to congratulate the talent that we have. Maybe Mujib sir, I have a request. Sir, ഇപ്പോൾ സംസാരിച്ചപ്പോൾ പറഞ്ഞിരുന്നു ടീമിൻ്റെ കാര്യം. സോ ഐ എം സീക്കിംഗ് യുവർ പ്രസൻസ് വൺസ് അഗൈൻ ഓൺ സ്റ്റേജ്, ബിക്കോസ് ആ ഒരു ടീമിലെ ആളുകളെ തന്നെയാണ് അടുത്തതായി നമ്മൾ വേദിയിലേക്ക് സ്വാഗതം ചെയ്തത്. യു ഹാവ് ഓൾറെഡി മെൻഷൻ ദ നെയിം, സോ ഷാൽ ഐ അനൗൺസ് വിത്ത് യുവർ പെർമിഷൻ. വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നത് ശ്രീ വിനായക് ശശികുമാർ ആൻഡ് ഹരിത ഹരിബാബു. Surprisingly, there is a huge ground support for them as well. Yes, you can applaud, you can whistle. നല്ല കൈ നൽകി തന്നെ അവരെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. Lyricists Shri Vinayak Shashikumar and Harita Haribabu. Yes, proud moment ആയിരിക്കും അല്ലേ? മ്യൂസിക് ഡയറക്ടർ ഉണ്ട്, നമ്മളെല്ലാവരും ഒരുപാട് സ്വപ്നം കാണുന്ന ധന്യമായിട്ടുള്ളൊരു ഓഡിയൻസിനെ തന്നെയാണ് നമ്മൾ അഭിമുഖീകരിക്കുന്നത്. ആൻഡ് വി ആർ ഈഗർലി വെയിറ്റിംഗ് ടു ലിസൺ ടു യുവർ വേർഡ്സ്. എല്ലാവർക്കും നമസ്കാരം. മമ്മൂക്കയുടെ സിനിമ ചെയ്യുക എന്നുള്ളത് സിനിമയിലേക്ക് വരുമ്പോൾ തന്നെയുള്ളൊരു വലിയൊരു ആഗ്രഹമാണ്. ഇപ്പോൾ ഒരു ഭാഗ്യം കൊണ്ട് ഒരു 7-8 സിനിമകളിൽ ഇപ്പോൾ മമ്മൂക്കയുടെ ഭാഗമാകാൻ കഴിഞ്ഞു, മമ്മൂട്ടി കമ്പനിയുടെയും. അപ്പോൾ ഈ സിനിമയിൽ ഞങ്ങളെ ഏൽപ്പിച്ച ഉത്തരവാദിത്തം കുറച്ച് വ്യത്യസ്തമായിരുന്നു. നിങ്ങൾക്ക് അറിയുന്ന പോലെ തന്നെ ഒരു 4-5 തമിഴ് പാട്ടുകൾ എഴുതുക എന്നുള്ളതായിരുന്നു ഈ സിനിമയിലെ കർത്തവ്യം. അപ്പോൾ അത് ഞങ്ങൾ തരക്കേടില്ലാതെ ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. ഇതുവരെ ഈ സിനിമയിൽ നിന്ന് റിലീസായിരിക്കുന്ന കോണ്ടന്റിൽ ഒന്ന് നേരത്തെ നമ്മൾ കണ്ട ട്രെയിലറും പിന്നീട് പാട്ടുകളുമാണ്. പാട്ടുകളെല്ലാം റിലീസായിട്ടുണ്ട്. നിലാക്കായും ലിറിക് വീഡിയോ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുവരെയുള്ള അഭിപ്രായങ്ങളെല്ലാം വളരെ പോസിറ്റീവാണ്. അപ്പോൾ ഒരുപാട് സന്തോഷം. സിനിമ കാണാൻ വേണ്ടി ഞാനും വെയിറ്റ് ചെയ്യുന്നു. ഹരിതയ്ക്ക് കൊടുക്കുക. ഹരിത ഇതിനകത്ത് മന്നനെ എന്ന് പറഞ്ഞ ട്രാക്ക് എഴുതിയിരിക്കുന്ന ഹരിതയാണ്. അപ്പോൾ ഹരിത. ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു ഓൾ. മമ്മൂക്കനെ നേരിട്ട് കാണുന്നത് സ്വന്തം വർക്കിലൂടെ ആയതിൽ ഭയങ്കര സന്തോഷമുണ്ട്. പിന്നെ മുജിബ് എന്നെ വിളിച്ചിട്ട് പാട്ടിൻ്റെ കാര്യം പറയുമ്പോൾ ഞാൻ തമിഴ് പാട്ട് എഴുതോ ഹരിത എന്ന് ചോദിച്ചു. ഞാൻ എഴുതോ എന്തോ മുജിബിറ്റോട് 3ാമത്തെ വർക്കാണ് ഇപ്പം ഞാൻ ചെയ്യുന്നത്. അപ്പം അതിൽ തമിഴാണെന്ന് നമുക്ക് അറിയില്ലായിരുന്നു ചെയ്യുന്ന സമയത്ത്. ആദ്യം കളങ്കാവൽ മൂവിയിലൊരു സോങ് ഉണ്ട് തമിഴാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഓക്കെ ട്രൈ ചെയ്യാമെന്നുള്ള രീതിയിലാണ്. മമ്മൂക്കയുടെ കാര്യം പിന്നെ ഞാൻ അറിയുമ്പോഴാണ് ഇത് അയ്യോ വലിയൊരു മൂവിയാണ്, ഇതിൽ എങ്ങനെ നമ്മൾ എഴുതുക അങ്ങനെയൊന്നും എനിക്കറിയില്ല. പിന്നെ എത്ര സോങ്സിൻ്റെ ഒന്നും അറിയില്ല. അപ്പോൾ പറഞ്ഞു ഒരു തമിഴ് സോങ് ഉണ്ട് അത് എഴുതുമെന്ന് പറഞ്ഞു. അങ്ങനെ എഴുതിയതാണ്.
അത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് അറിഞ്ഞതിൽ മമ്മൂക്കയുടെ ഫോട്ടോ വെച്ചിട്ട് ആ പാട്ട് കേൾക്കുമ്പോൾ എനിക്കുണ്ടാവുന്ന സന്തോഷം ഭയങ്കര വലുതാണ്. അപ്പം വിനായകാണ് ബാക്കി 5 പാട്ടല്ലേ, 5 പാട്ട് എഴുതിയേക്കുന്നത്. ഞാൻ ഒരു പാട്ട് എഴുതിയിട്ടുള്ളൂ, പക്ഷെ അതിൽ മമ്മൂക്കയുടെ ഫേസ് കാണുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷമുണ്ട്. വീട്ടുകാരൊക്കെ ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ എന്തായാലും താങ്ക്സ് ടു മുജീബ് മജീദ്, താങ്ക് യു ജിതിൻ, മമ്മൂട്ടി കമ്പനി, എല്ലാവർക്കും താങ്ക് യു. ഞങ്ങളെ ഏൽപ്പിച്ച ഉത്തരവാദിത്തം നിങ്ങളിലൂടെ ഇത്രയും പേര് കേൾക്കുന്നെന്ന് അറിഞ്ഞതിൽ ഭയങ്കര സന്തോഷമുണ്ട്. അപ്പം എല്ലാവരും 5-ാം തീയതി മൂവി ഒന്ന് കാണുമെന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. സോ താങ്ക് യു സോ മച്ച്. You thanked everyone. I think we should thank you. നമുക്ക് ആ ഒരു ഫീല് കറക്റ്റായിട്ട് കിട്ടുന്നതിൽ ലിറിക്സും അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണല്ലേ. അപ്പോൾ അത് അത്രയും ഹെവൻലി ആയിട്ട് നമുക്ക് കിട്ടുന്നെങ്കിൽ ഇറ്റ്സ് ബിക്കോസ് ഓഫ് യുവർ ടാലൻറ്റ്. സോ ഓൺ ബിഹാഫ് ഓഫ് മലയാളി ഓഡിയൻസ്, താങ്കിങ് യു ആസ് വെൽ. താങ്ക്സ് എ ലോട്ട്. യെസ്, ഡെഫിനറ്റ്ലി. ഐ തിങ്ക് എന്നാലാണ് ഈ ഒരു മൊമെൻറ്റ് കംപ്ലീറ്റ് ആവാന്നല്ലേ. എൻ്റെ ടീം പ്രോഗ്രാമേഴ്സ് അവിടെ ഉണ്ട്. ഗിച്ചു, അലൻ, ഗൗതം, നെവിൻ. Come on everyone. മുജീബ് സർ സംസാരിച്ച് തുടങ്ങിയ തന്നെ ടീം മെമ്പേഴ്സിനെ അപ്രീഷിയേറ്റ് ചെയ്തിട്ടാണ്, ഒരു ടീം വർക്ക് എടുത്ത് പറഞ്ഞിട്ടാണ്. അപ്പോൾ അതിൻ്റെ പിറകിലുള്ള ആളുകളാണ് ഇപ്പോൾ വേദിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. നല്ല കാര്യം തന്നെ നൽകി തന്നെ അവരെ നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. എവരിവൺ. പുള്ളി ഇവിടെ ഇല്ല, ബാംഗ്ലൂരാണ്, കിരൺ. സോ മൈ ടീം. And shall we have a big round of applause? As this is the team for the thrilling music that we are hearing from Kanagaval. എല്ലാവരും വിറയ്ക്കുന്നുണ്ട് തോന്നണല്ലേ? ചെറുതായിട്ടല്ല വലുതായിട്ട് തന്നെ വിറയ്ക്കുന്നുണ്ട്. യെസ്, താങ്ക്സ് എ ലോട്ട്. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ തന്നെ നന്ദി അറിയിക്കുകയാണ്. And we are eagerly waiting to see your hard work in the film Kanagaval. Thanks a lot. Thank you so much. So now, ladies and gentlemen, നമ്മുടെ മ്യൂസിക് ഡയറക്ടർ മുജീബ് സാറിനോട് ഞാൻ ചോദിച്ചപ്പോൾ ഫേവറേറ്റ് ട്രാക്ക് ഏതാണെന്ന് ചോദിച്ചപ്പോൾ he said a song, right? അപ്പോൾ ഇനി ആ ഒരു ഹൈപ്പിൽ നമ്മൾ നിൽക്കുമ്പോൾ ഒട്ടും വൈകിക്കാതെ തന്നെ ആ പാട്ട് കേട്ട് നമ്മുടെ ഇവന്റ് നമുക്ക് തുടരാം. We are going to listen to the song.